അല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും, ഒരാഴ്ച കൂടി ഞങ്ങൾ കാക്കും. ഇത് പിടിക്കാനോ ഇതിന് മുന്നിട്ടിറങ്ങാനോ ഉദ്യോഗസ്ഥരോ ഭരണകൂടമോ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ജനങ്ങളെ ഭീതിയിലാഴ്ത്തി മണ്ണാർമലയിൽ പുലിയുടെ സ്വൈരവിഹാരം. പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് കളക്ടർ സാക്ഷി മോഹന് നിവേദനം നൽകി. മണ്ണാർമല നിവാസികളുടെ ഉറക്കം കെടുത്തി 6 മാസത്തിലധികമായി പുലി മണ്ണാർമല മാട് റോഡിൽ സ്വൈരവിഹാരം നടത്തുകയാണ്. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ നിരവധി തവണ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. എന്നാൽ പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടി പ്രദേശവാസികളുടെ ഭീതി അകറ്റണമെന്നാവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹന് നിവേദനം നൽകിയത്. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തത് മൂലമുള്ള ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ പറഞ്ഞു. മാസങ്ങളായി അവിടുത്തെ ജനങ്ങൾ വളരെ പരിഭ്രാന്തിയിലാണ്. ഒരു പുലി ക്യാമറയിൽ ഇങ്ങനെ കാണുമെന്നല്ലാണ്ട് അതിനെ പിടിക്കാൻ വനം വകുപ്പിന് കഴിയാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂട് വെച്ചു എന്ന് പറയുന്നു വനം വകുപ്പ്, പക്ഷേ അത് നിരീക്ഷിക്കാനോ അതിനെ പിടിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനോ വനം വകുപ്പോ സർക്കാരോ ഉദ്യോഗസ്ഥരോ ഭരണകൂടമോ തയ്യാറാവാത്ത ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം, ജനങ്ങളുടെ ഒരു പ്രശ്നം RDOയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ പരാതി ഞങ്ങളുടെ പരാതി RDOയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അതിനെ പിടിക്കുകയും ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ നിവേദനം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെയുള്ള ഇതിൻ്റെ സംവിധാനം ഉണ്ടാക്കും, മുന്നോട്ട് പോകും. ഞങ്ങൾ ഒരു പരാതിയായി ഇത് പറയുന്നത് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഇല്ലായ്മ മാറ്റിക്കൊണ്ട് ഏതൊക്കെ വകുപ്പിനെയാണോ ഏകോപിപ്പിക്കേണ്ടത് ആ വകുപ്പുകളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നാളെങ്കിൽ നാളെ എന്ന് വേണമെങ്കിൽ പറയാം, ഈ ജനങ്ങളുടെ ഭീതി അകറ്റുകയും പുലിയെ പിടിക്കുന്ന നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും, ഒരാഴ്ച കൂടി ഞങ്ങൾ കാക്കും. ഇത് പിടിക്കാനോ ഇതിന് മുന്നിട്ടിറങ്ങാനോ ഉദ്യോഗസ്ഥരോ ഭരണകൂടമോ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകും. മാസങ്ങളായി നാട്ടുകാരും വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടും പുലിയെ പിടികൂടാനുള്ള ശ്രമം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് ഖേദകരമാണെന്ന് DCC സെക്രട്ടറി CK ഹാരിസ് കുറ്റപ്പെടുത്തി. മാസങ്ങളായി ഈ വിഷയം പല സംഘടനകളും വ്യത്യസ്ത രീതിയിൽ ഉന്നയിച്ചിട്ടും ഈ പുലിയെ പിടിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭീതി അകറ്റാനോ ഇവിടുത്തെ നേതൃത്വം ഇവിടുത്തെ അധികാരികളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരവസ്ഥയുള്ളത്. നമുക്കറിയാം, ഈ പുലിയുടെ ഭീതി കാരണം നമ്മുടെ തൊട്ട് അടുത്തുള്ള കരുവാരകുണ്ട് പ്രദേശത്ത് കടുവ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കൊല്ലുകയുണ്ടായ ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ടാപ്പിംഗ് തൊഴിലാളികളും സാധാരണ നടക്കാൻ പോകുന്ന ആളുകൾക്ക് പോലും പുലിയുടെ ഒരു ഭീതിയിലാണ്, നമ്മുടെ സ്വൈര ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിലാണ് പുലിയുടെ ഈ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു വലിയ ജനങ്ങളുടെ അണിനിരത്തിയുള്ള ഒരു പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകേണ്ട സാഹചര്യമാണുള്ളത്. ഞങ്ങൾ തുടക്കം എന്ന നിലക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള നിവേദനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ക്യാമറയിൽ പതിഞ്ഞ പുലിയുടെ ദൃശ്യത്തിൽ നിന്നും കുട്ടിയായ പെൺപുലി എന്ന സംശയം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. ഇതോടെ മണ്ണാർമലയിൽ ഒന്നിലധികം പുലികൾ ഉണ്ടെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും നിരീക്ഷണം. കഴിഞ്ഞ 6 മാസത്തിനിടെ പലതവണ പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിരുന്നു. അടുത്തിടെ ബൈക്കിന് മുന്നിലൂടെ പുലി ഓടിയതിനാൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റ സംഭവവും ഉണ്ടായിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് TK രാജേന്ദ്രൻ, DCC അംഗങ്ങളായ ഷാജി കട്ടുപ്പാറ, TP മോഹൻദാസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു മോഹൻദാസ്, സേവാദൾ ജില്ലാ സെക്രട്ടറി PS രാധാകൃഷ്ണൻ എന്നിവരും നിവേദനം നൽകുന്നതിനായി കൂടെയുണ്ടായിരുന്നു. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits,
freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.